Hello everyone. ഇത് നമ്മൾ നോക്കുന്നത് CA ഫൈനൽ ഓഡിറ്റിലെ ചാപ്റ്റർ 4 സ്പെഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ഓഡിറ്റിംഗ് ഇൻ ആൻ ഓട്ടോമേറ്റഡ് എൻവയോൺമെൻറ്റ്. ഈ ചാപ്റ്റർ നമ്മുടെ CA ഇൻ്ററിലെയും ഫൈനലിലെയും ബാക്കി ചാപ്റ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് യുണിക്കാണ്. ബിക്കോസ് ഇറ്റ് ഇൻവോൾവ്സ് IT. ഒരു ഇൻഫർമേഷൻ ടെക്നോളജി എൻവയോൺമെൻറ്റിൽ, ഒരു ഓട്ടോമേറ്റഡ് എൻവയോൺമെൻറ്റിൽ എങ്ങനെയാണ് ഓഡിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ചാപ്റ്റർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ നമ്മൾ ഒരു ബാങ്ക് ഓഡിറ്റിന് പോകുമ്പോൾ കൺകറൻറ്റ് ഓഡിറ്റ് ആയിക്കോട്ടെ, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ആയിക്കോട്ടെ, എന്തിനാണെങ്കിലും നമ്മൾ മെയിൻലി റിപ്പോർട്ട്സ് എല്ലാം പുള്ളി ചെയ്യുന്ന നമ്മുടെ സിസ്റ്റത്തിൽ നിന്നായിരിക്കും, കമ്പ്യൂട്ടറിൽ നിന്നായിരിക്കും. സോ അതൊരു ഓട്ടോമേറ്റഡ് എൻവയോൺമെൻ്റ് ആണ്, ഒരു റിയൽ ടൈം എൻവയോൺമെൻ്റ് ആണ്. അതുപോലെയുള്ളൊരു സിറ്റുവേഷനിൽ നമ്മളെ ഒരു ആസ് ആൻ ഓഡിറ്റർ നമ്മളെ എങ്ങനെ എക്യുപ്ഡ് ആക്കാം എന്നുള്ളതാണ് ഈ ചാപ്റ്റർ മെയിനായിട്ട് നോക്കുന്നത്. സോ ഇതൊരു IT ഓറിയൻറ്റഡ് ചാപ്റ്ററാണ്, കാണാതെ പഠിക്കാം, മഗ്ഗപ്പ് ചെയ്യാം എന്ന് വിചാരിക്കാതെ കുറച്ച് മനസ്സിലാക്കി പഠിക്കാൻ നമുക്ക് ശ്രമിക്കാം. ബിക്കോസ് ഇതിനകത്തുള്ള കാര്യങ്ങൾ നമുക്ക് റിയൽ ലൈഫ് എക്സാമ്പിൾസോട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എക്സാമ്പിൾസ് വെച്ച് നമ്മൾ മെമ്മറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സാമിന് നല്ല വളരെ പ്രോപ്പറായിട്ട് നമുക്ക് ഈ കണ്ടൻറ്റ് റീപ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓൾ റൈറ്റ്. സോ ഈ ചാപ്റ്റർ നമുക്കൊരു പ്രാക്ടിക്കൽ സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് പഠിക്കാം. ബിക്കോസ് ഇതൊരു വളരെ ചെറിയ ചാപ്റ്ററാണ്, നിങ്ങളുടെ ഒരുപാട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ചാപ്റ്റർ ഡിമാൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ ടെക്നിക്കലി വളരെ ബ്രീഫായിട്ട് എക്സാമ്പിൾസ് കോട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ചാപ്റ്ററിനെ ഒന്ന് സമീപിക്കാം. ഓൾ റൈറ്റ്. ഓക്കെ, ആദ്യം തന്നെ നോക്കേണ്ടത് കീ ഫീച്ചേഴ്സ് ഓഫ് ആൻ ഓട്ടോമേറ്റഡ് എൻവയോൺമെൻറ്റ്. ഓക്കെ, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നോക്കാം. ഇറ്റ് ഈസ് ആൻ എക്കോ സിസ്റ്റം ദാറ്റ് കമ്പൈൻസ് പീപ്പിൾ, process and technology. Typically the automated environment is driven by computer based system which is also known as information technology. ഒരു ഓട്ടോമേറ്റഡ് എൻവയോൺമെൻറ്റ് എന്ന് വെച്ചാൽ അതിനകത്തെ കീ പില്ലേഴ്സ് എന്ന് പറയുന്നത് പീപ്പിൾ, പ്രോസസ് ആൻഡ് ടെക്നോളജിയാണ്. ഒരു സിസ്റ്റം, ഓട്ടോമേറ്റഡ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ പീപ്പിൾ വേണം, ആൾക്കാർ വേണം, അതിന് അണ്ടർലൈൻ പ്രോസസ്സസ് വേണം. നമ്മൾ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നതൊക്കെ വേരിയസ് പ്രോസസ്സസ് അണ്ടർഗോ ചെയ്തിട്ടാണ് ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റത്തിൽ നമ്മൾ റിപ്പോർട്ട് പുൾ ചെയ്യുന്നതൊക്കെ. ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ സഫിഷ്യൻറ്റ് ടെക്നോളജി വേണം. ഇതിനെയൊക്കെ നമ്മൾ ബ്രീഫായിട്ട് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് നോക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഇത് ഒരു IT എൻവയോൺമെൻ്റ് ആണ്, അത് മനസ്സിൽ വയ്ക്കുക. ഓട്ടോമേഷൻ സിസ്റ്റം ഈസ് ഈക്വൽ ടു ഇൻഫർമേഷൻ സിസ്റ്റം എൻവയോൺമെൻറ്റ്. ഒരു ഓട്ടോമേഷൻ സിസ്റ്റത്തിൽ, ഒരു ഓട്ടോമേറ്റഡ് എൻവയോൺമെൻറ്റിൽ, ഇപ്പം നമ്മളൊരു ബാങ്കിലെ കോർ ബാങ്കിങ് സോഫ്റ്റ്വെയർ ഓട്ടോമേറ്റഡ് എൻവയോൺമെൻ്റ് ആണ്. നമുക്ക് ആ ഒരു എക്സാമ്പിളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇപ്പം നമ്മളൊരു കമ്പനി ഓഡിറ്റിന് പോകുമ്പോഴത്തേക്കും അവിടെ യൂസ് ചെയ്യുന്ന സാപ്പ് അതുപോലെയുള്ള ആപ്ലിക്കേഷൻസ് ഓട്ടോമേറ്റഡ് എൻവയോൺമെൻ്റ് ആണ്. ഇതിന് വേരിയസ് ലെയേഴ്സ് ഉണ്ട്. ഒരു ഓട്ടോമേറ്റഡ് എൻവയോൺമെൻറ്റിൻ്റെ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് അതിനകത്ത് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ്. എന്താണ് ആപ്ലിക്കേഷൻ? അതിൻ്റെ സോഫ്റ്റ്വെയർ. നമ്മൾ ഒരു ഓട്ടോമേറ്റഡ് എൻവയോൺമെൻറ്റ്, നമ്മുടെ മുമ്പിലുള്ള ഇൻ്റർഫേസ് ആണ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അത് ഓരോ കമ്പനിയുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഒരു സ്മോൾ സ്കെയിൽ ബിസിനസ്സിന് വേണ്ടുന്ന ആപ്ലിക്കേഷൻ ആയിരിക്കില്ല ലാർജ് സ്കെയിൽ ബിസിനസ്സിന് വേണ്ടത്. ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ് കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ബിസിനസ് ഗ്രോ ചെയ്യുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. സോ ഫസ്റ്റ് ലെയർ ആപ്ലിക്കേഷൻ, അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഈ പോർഷൻ ചിലപ്പോൾ MCQന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ വെച്ചിരിക്കുന്ന എക്സാമ്പിൾസ് ഇത് വളരെ ഈസിയാണ്, ഈസി ആയിട്ടുള്ള രീതിയിൽ മനസ്സിൽ നിൽക്കുന്ന രീതിയിൽ പറയാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ കാറ്റഗറി ഓഫ് ബിസിനസ് ആപ്ലിക്കേഷൻ ആൻഡ് നെക്സ്റ്റ് കോളം ഗിവ്സ് ദ എക്സാമ്പിൾ ഓഫ് ദാറ്റ് കാറ്റഗറി. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പാക്കേജ്ഡ് സോഫ്റ്റ്വെയർ ആണ്. പാക്കേജ് സോഫ്റ്റ്വെയർ നമുക്കറിയാം, MS ഓഫീസ്. അതൊരു കസ്റ്റം ബിൽറ്റ് അല്ല, അതൊരു പാക്കേജ് സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ സ്മോൾ ബിസിനസ്സിൽ യൂസ് ചെയ്യുന്ന ടാലി, ഈ വക പാക്കേജ് സോഫ്റ്റ്വെയർ ഓൾസോ നോൺ as ഓഫ് ദ ഷെൽഫ് ആപ്ലിക്കേഷൻ. ഓഫ് ദ ഷെൽഫ് ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ കസ്റ്റമൈസേഷൻ ഒന്നും ഇല്ലാതെ കറക്റ്റ് ആ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കമ്പനി എല്ലാവർക്കും കൊടുക്കുന്ന രീതിയിൽ നമുക്ക് തരുന്നു. അതാണ് ഇത് യൂസ് ചെയ്യുന്ന കൂടുതലും മൈക്രോ ആൻഡ് സ്മോൾ ബിസിനസ്സസ് ആണ്. ബിക്കോസ് ദേ കാൻ അഫോർഡ് കസ്റ്റം ബിൽഡ് ആപ്ലിക്കേഷൻ. ദ ഓൺലി ഓപ്ഷൻ ദേ ഹാവ് ഇസ് ടു ബൈ പാക്കേജ് സോഫ്റ്റ്വെയർ. അതിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? ഏറ്റവും വലിയ എക്സാമ്പിളാണ് ടാലിയും ക്വിക്ക് ബുക്സും. സ്മോൾ ബിസിനസ്സസ് എല്ലാം യൂസ് ചെയ്യുന്ന, ഏറ്റവും കോമൺലി യൂസ് ചെയ്യുന്നത് ടാലിയാണ്, പിന്നെ ക്വിക്ക് ബുക്സും. അപ്പം പാക്കേജ് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. പിന്നെ there are small ERPs used in small to medium business. നമ്മൾ മുകളിൽ ഡിസ്കസ് ചെയ്ത മൈക്രോ ആൻഡ് സ്മോൾ ആണ്. സ്മോൾ ടു മീഡിയം ബിസിനസ്, സ്മോളിനേക്കാൾ വലിയ ബിസിനസ്സസ് യൂസ് ചെയ്യുന്നത് അവിടെ ടാലി യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് ദ ഡിഫറൻസ് ഈസ് ദേ ആർ യൂസിങ് ടാലി ERP. MCQന് ചോദിക്കുമ്പോഴത്തേക്കും സ്മോൾ ERP യൂസ് ചെയ്യുന്ന ബിസിനസ്സസ്, സ്മോൾ ERP ഏതാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും, സ്മോൾ ടു മീഡിയം ബിസിനസ്സസ് യൂസ് ചെയ്യുന്ന ERP ഏതാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും
ടാലി ERP എന്നാണ് പറയേണ്ടത്, അല്ലാതെ ടാലി എന്ന ക്വിക്ക് ബുക്കൊന്നും അല്ല. രണ്ടിടത്തും ടാലി വന്നിട്ടുള്ളത്, ചിലപ്പോൾ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ടാലി ERP. പിന്നെ സാപ്പ് ബിസിനസ് വൺ, ഫോക്കസ് ERP. ഇതിനകത്ത് ഒരു ചെറിയ മെമ്മറി ടെക്നിക്ക് ഉണ്ട്. MCQന് ഇത് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ERP എന്ന് വരുന്നത് കൂടുതലും സ്മോൾ ടു മീഡിയം ബിസിനസ്സിനുള്ളതാണ്, മൈക്രോ ബിസിനസ്സിനുള്ളതല്ല എന്നുള്ളത് മനസ്സിൽ വയ്ക്കുക. ടാലിക്കകത്താണെങ്കിൽ ടാലിയുടെ ബേസിക് വേർഷൻ നമ്മൾ മൈക്രോ ബിസിനസ്സിന് യൂസ് ചെയ്യുന്നു, ERP വേർഷൻ നമ്മൾ സ്മോൾ ടു മീഡിയം ബിസിനസ്സിന് യൂസ് ചെയ്യുന്നു. ആ രീതിയിൽ മെമ്മറൈസ് ചെയ്ത് വയ്ക്കുക ERP എന്നുള്ള ആ ടേം. ദെൻ ERP ടേം ലാർജ് ബിസിനസ്സിന് യൂസ് ചെയ്യാം, അപ്പോൾ സ്മാൾ മുകളിലുള്ള എല്ലാം ERP വരും എന്നുള്ളത് ആലോചിക്കാം. ഇനി അടുത്തത് മീഡിയം ടു ലാർജ് കമ്പനീസ്. ERP ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന മീഡിയം ടു ലാർജ് കമ്പനീസ്. ഒരു വലിയൊരു മൾട്ടിനാഷണൽ കമ്പനി യൂസ് ചെയ്യുന്നത് അവർക്ക് കസ്റ്റം മെയ്ഡ് ആയിട്ടുള്ള, അവരുടെ സ്പെസിഫിക് റിക്വയർമെൻറ്റ്സിന് ആവശ്യമായിട്ട് കസ്റ്റം ബിൽറ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് അവർക്ക് വേണ്ടത്. ഇപ്പം സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അവരുടെ യൂസ് ചെയ്യുന്ന കോർ ബാങ്കിങ് സോഫ്റ്റ്വെയർ അവരുടെ ബാങ്കിങ് ഓപ്പറേഷൻസിന് കസ്റ്റം ബിൽറ്റ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ SBI യൂസ് ചെയ്യുന്ന സെയിം മൊഡ്യൂൾസോ അല്ലെങ്കിൽ സെയിം സോഫ്റ്റ്വെയർ ഇൻ്റർഫേസോ ആയിരിക്കത്തില്ല കാനറ ബാങ്കിന് വരുന്നത് അല്ലെങ്കിൽ ഫെഡറൽ ബാങ്കിന് വരുന്നത്. സോ മീഡിയം ടു ലാർജ് ബിസിനസ്സിൻ്റെ കസ്റ്റം നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നത് സാപ്പ് ECC. ഇവിടെ ഒരു സാപ്പ് ഉണ്ട്, കൺഫ്യൂസ്ഡ് ആവില്ല. ഇത് സാപ്പ് ബിസിനസ് വൺ ആണ്, ഇത് സാപ്പ് ECC ആണ്. പിന്നെ ഒറാക്കിൾ എൻ്റർപ്രൈസ് ബിസിനസ് സ്യൂട്ട്, വളരെ കോമൺ ആയിട്ട് വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നൊരു സോഫ്റ്റ്വെയറാണ് ഒറാക്കിൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എല്ലാം വളരെ സ്കോപ്പുള്ള ഒരു ഫീൽഡുമാണ്. അപ്പം ഒറാക്കിളും സാപ്പും ഇത് രണ്ടും മാത്രമേ നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് തന്നിട്ടുള്ളൂ ഫോർ മീഡിയം ടു ലാർജ് കമ്പനീസ്. അപ്പം ഈ ഏരിയ ഫ്രം ആൻ MCQ പോയിൻ്റ് ഓഫ് വ്യൂ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓൾ റൈറ്റ്. ദെൻ മുമ്പേ പറഞ്ഞു ഓട്ടോമേറ്റഡ് എൻവയോൺമെൻറ്റിന് വേരിയസ് ലെയേഴ്സ് ഉണ്ട്. നമ്മൾ മുകളിൽ ഡിസ്ക്രൈബ് ചെയ്ത ലെയർ ഒന്ന് മാത്രമേ ആവുന്നുള്ളൂ. ദി ആപ്ലിക്കേഷൻ ഡിസ്ക്രൈബ്ഡ് എബോവ് ഫോംസ് ഓൺലി വൺ ലെയർ ഓഫ് ദ ഓവറോൾ ഓട്ടോമേറ്റഡ് എൻവയോൺമെൻറ്റ്. ദി അതർ ലെയേഴ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ടെക്നോളജി, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ദ ഫിസിക്കൽ എൻവയോൺമെൻറ്റൽ ആസ്പെക്ട്. അതിനകത്ത് എന്തെങ്കിലും നമുക്ക് നോക്കാം. മുകളിൽ വന്നത് നമ്മൾ ഓട്ടോമേറ്റഡ് എൻവയോൺമെൻറ്റിനെ ആക്സസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ, ഒരു സോഫ്റ്റ്വെയർ. ഇപ്പം കോർ ബാങ്കിങ്ങിലാണെങ്കിൽ കോർ ബാങ്കിങ് സോഫ്റ്റ്വെയർ സച്ച് ഫിനാക്കിൾ. ഇപ്പം കമ്പനിയിലാണെന്നുണ്ടെങ്കിൽ സാപ്പ് അല്ലെങ്കിൽ ERP, ടാലി ERP, ഇതൊക്കെയാണ് ആപ്ലിക്കേഷൻസ്. അതിൻ്റെ ഫസ്റ്റ് ലെയർ മാത്രമേ ആവുന്നുള്ളൂ. നമ്മൾ ഒരു ആപ്ലിക്കേഷനെ ആക്സസ് ചെയ്യുമ്പോൾ അതിന് അണ്ടർലൈങ് ആയിട്ടുള്ള ഹാർഡ്വെയർ ഉണ്ടായിരിക്കണം, അതിന് അണ്ടർലൈങ് ആയിട്ടുള്ള ഡേറ്റ പ്രോസസ്സിംഗ് എബിലിറ്റി ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരിക്കണം. അതാണ് ഓട്ടോമേറ്റഡ് എൻവയോൺമെൻറ്റിൻ്റെ സെക്കൻഡ് ലെയർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സംഭവങ്ങൾ. അത് ഏതൊക്കെയാണ് നമുക്ക് ഒന്നേ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഡേറ്റാബേസ്. ഡേറ്റാബേസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് ഫ്രം ദെയർ വി ആക്സസ് ഡേറ്റ. ഇപ്പം ഒരു കമ്പനിയുടെ എംപ്ലോയി നെയിംസ്, അവരുടെ ഏജ്, അവരുടെ സാലറി, ഇതെല്ലാം ഒരു കമ്പനിയുടെ സെർവറിനകത്തുള്ള ഡേറ്റാബേസിലായിരിക്കും പോയി കിടക്കുന്നത്. വെൻ വി റിക്വയർ ഫോർ എ പർട്ടിക്കുലർ ഇൻഫർമേഷൻ, അതവരുടെ ഡേറ്റാബേസിൽ നിന്നാണ് നമ്മൾ മുകളിൽ ഡിസ്കസ് ചെയ്ത ആപ്ലിക്കേഷൻ ഇതെല്ലാം പുൾ ചെയ്ത് നമുക്ക് കാണിച്ചു തരുന്നത്. സോ ഡേറ്റാബേസ് സച്ചസ് ഒറാക്കിൾ 19C, MS SQL സെർവർ. ഒറാക്കിൾ നമ്മൾ മുകളിൽ സംസാരിച്ചു എന്തിൻ്റെയാണ്, ലാർജ് സ്കെയിൽ ബിസിനസ്സിൻ്റെ ERP ആണ്, അതിൻ്റെ സോഫ്റ്റ്വെയർ ആണ് ഒറാക്കിൾ. അപ്പോൾ അത് ഡേറ്റാബേസിന് അവരെ സർവീസ് കൊടുക്കുന്നുണ്ട്. അപ്പം ഡേറ്റാബേസ് സർവീസും ഒറാക്കിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഡേറ്റാബേസ് എന്നുള്ള ക്ലാരിഫൈഡ് ആയി. നെക്സ്റ്റ് ഈസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ലിനക്സ്, iOS, വിൻഡോസ്, ഇതെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. കാര്യം ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് എന്ത് ചെയ്യുന്നത്, അണ്ടർലൈൻ ഹാർഡ്വെയറിനെ യൂസറിനെ തമ്മിൽ ബ്രിഡ്ജ് ചെയ്യുന്ന സംഭവമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇറ്റ് ഈസ് എ വെരി ഇൻറ്റഗ്രൽ പാർട്ട്. അടുത്ത് ഹാർഡ്വെയർ ആൻഡ് സ്റ്റോറേജ് ഡിവൈസസ്. ഹാർഡ്വെയർ ആൻഡ് സ്റ്റോറേജ് ഡിവൈസസ് വി നോ, നമ്മുടെ ഡിസ്ക്, നെറ്റ്വർക്ക് സ്റ്റോറേജ്, ക്ലൗഡ് സ്റ്റോറേജ് ഡിവൈസസ്, നമ്മുടെ ഹാർഡ് ഡിസ്ക്. പണ്ടൊക്കെ ആണെങ്കിൽ CD DVD ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഹാർഡ്വെയർ ആൻഡ് സ്റ്റോറേജ് ഡിവൈസസ്. അത് കമ്പ്യൂട്ടറിൽ എംബഡഡ് ആയിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ സ്റ്റോറേജ് ഡിവൈസസ് ആയിരിക്കാം. എന്താണെങ്കിലും സ്റ്റോറേജ് ഡിവൈസസ്. നെക്സ്റ്റ് ഈസ് നെറ്റ്വർക്ക് ഡിവൈസസ്. നെറ്റ്വർക്ക് ഡിവൈസ് എന്താണ്, നമ്മുടെ കമ്പ്യൂട്ടറിനെ പുറത്തുള്ള ഇൻ്റർനെറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്ന, നമ്മളെ കണക്ട് ചെയ്യിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ് നെറ്റ്വർക്ക് ഡിവൈസസ്. സ്വിച്ചസ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ വിവിധ നെറ്റ്വർക്ക്സിനെ കണക്ട് ചെയ്യുന്നത്. റൗട്ടേഴ്സ് എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ സ്വിച്ചസിനെ കണക്ട് ചെയ്ത് ഒരു ബ്രോഡ് ഏരിയ നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നതാണ് റൗട്ടേഴ്സ്. ഫയർവാൾ അതുപോലെ തന്നെയാണ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ സേഫ്റ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, നെറ്റ്വർക്ക് ത്രെറ്റ്സ് അല്ലെങ്കിൽ അതുപോലെ കാര്യങ്ങളെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഫയർവാൾസ്. ദെൻ നെക്സ്റ്റ് വി ഹാവ് നെറ്റ്വർക്ക്സ്. ഇതിനകത്ത് ഈ ഒരു ഓർഡർ ശ്രദ്ധിച്ചോ,
ഈ നെറ്റ്വർക്ക് ഡിവൈസസ് കഴിഞ്ഞിട്ട് തന്നെ നെറ്റ്വർക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് മനസ്സിൽ ഓർത്ത് വയ്ക്കാൻ ഇറ്റ്സ് ഈസി ടു റിമെമ്പർ. സോ ഈ ഒരു ഓർഡർ മനസ്സിൽ നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഓർത്ത് വയ്ക്കാം. ഓക്കെ, നെറ്റ്വർക്ക്, ലാൻ, വാൻ, VPN, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, അതുപോലെയൊക്കെയുള്ള വിവിധ ഏരിയയിലുള്ള നെറ്റ്വർക്ക്സ് ആണ്. ഇപ്പം റെയിൽവേ നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ വളരെ വൈഡ് ആയിട്ടുള്ള സംഭവമാണ്. ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് അല്ലെങ്കിൽ ഒരു CF എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ലാൻ മതിയായിരിക്കും. ഒരു സിംഗിൾ ഓഫീസ് മാത്രം റൺ ചെയ്യുന്ന ഒരു സർവീസ് പ്രൊവൈഡർ ആണെന്നുണ്ടെങ്കിൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് മാത്രം മതിയായിരിക്കും, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് മാത്രം മതിയായിരിക്കും. പക്ഷേ വലിയൊരു എൻ്റർപ്രൈസിന് വൈഡ് ഏരിയ നെറ്റ്വർക്ക് തന്നെ വേണം. നമ്മളത് IPCC-ലൊക്കെ പഠിച്ച ഒരു പോർഷനാണ് നെറ്റ്വർക്കിൻ്റേത്. നെക്സ്റ്റ് ഈസ് ഫിസിക്കൽ ആൻഡ് എൻവയോൺമെൻറ്റൽ ലാൻഡ്സ്കേപ്പ്. ഈ ഫിസിക്കൽ ആൻഡ് എൻവയോൺമെൻറ്റൽ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ കാണുന്നതിൻ്റെ എല്ലാം ഒരു അഗ്രിഗേറ്റ് സംഭവമാണ്. ഡേറ്റാ ബേസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഹാർഡ്വെയർ, ഇതിൻ്റെ എല്ലാം അഗ്രിഗേറ്റ് സിസ്റ്റമാണ് എൻവയോൺമെൻറ്റൽ ലാൻഡ്സ്കേപ്പ്, ഫിസിക്കൽ. ഇതിനകത്ത് വരുന്നത് IT ഫെസിലിറ്റീസ് ലൈക്ക് ഡാറ്റാ സെൻറ്റേഴ്സ്, ഫിസിക്കൽ ആക്സസ് കൺട്രോൾസ്, മെക്കാനിസംസ് ലൈക്ക് ബയോമെട്രിക് ബേസ്ഡ് ആക്സസ് സിസ്റ്റം, CCTV, HVAC. HVAC സിസ്റ്റം മീൻസ് അതിനകത്തുള്ള ആ ഒരു ടെമ്പറേച്ചർ. ഇപ്പോൾ സെർവർ റൂം ആണെന്നുണ്ടെങ്കിൽ അവിടെ നല്ല കോൾഡ് ടെമ്പറേച്ചർ ആയിരിക്കണം. അതേപോലെ ഒരു ഫാക്ടറി ആണെന്നുണ്ടെങ്കിൽ, ഒരു ആട്ടോമാറ്റിക് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അതിനകത്തെ ടെമ്പറേച്ചറും ആ ഒരു അറ്റ്മോസ്ഫിയർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് HVAC സിസ്റ്റം. CCTV, ഡാറ്റ സെൻറ്റർ, ഫിസിക്കൽ ആക്സസ് കൺട്രോളൊക്കെ നമുക്കറിയാം. ഫിസിക്കൽ ആക്സസ് കൺട്രോൾ മീൻസ് ഒൺലി ആക്സസ് പ്രിവിലേജ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ ആ ഒരു ഓട്ടോമേറ്റഡ് എൻവയോൺമെൻറ്റിലുള്ള ഡേറ്റ എൻട്രി ചെയ്യാൻ, അല്ലെങ്കിൽ റിട്രീവ് ചെയ്യാൻ, അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ആക്സസ് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ആക്സസ് പ്രിവിലേജ് ചെക്ക് ചെയ്യുന്ന സംഭവമാണ് ഫിസിക്കൽ ആക്സസ് കൺട്രോൾ സെൻറ്റർ. ഇപ്പം സെർവർ റൂമിലേക്ക് ആർക്കൊക്കെ എൻട്രി ചെയ്യാം എന്നൊക്കെ ഉള്ളതാണ് അതിനകത്ത് ചെയ്യുന്നത്. ഡേറ്റ സെൻറ്റേഴ്സ് മീൻസ് ദാറ്റ്സ് വെയർ ഓൾ ദ ഡേറ്റ ഈസ് പൂൾഡ് ആൻഡ് സ്റ്റോർ. ഓക്കെ, ബയോമെട്രിക് ബേസ് സിസ്റ്റം ഇറ്റ്സ് നത്തിങ് ബട്ട് ഫിംഗർ പ്രിൻറ്റ് ഓർ ഐറിസ് സ്കാൻ. നമുക്കിപ്പം ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ ഓതറൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഓതറൈസേഷൻ പവറുള്ള ഓഫീസറുടെ ബയോമെട്രിക് ഒതൻറ്റിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെയൊക്കെയുള്ള ഇതുപോലെയുള്ള പലതിൻ്റെയും അഗ്രിഗേറ്റ് ആണ് ഫിസിക്കൽ ആൻഡ് എൻവയോൺമെൻറ്റ് ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത്. സോ ഈ 6 പോയിൻറ്റ്സ് ആണ് സെക്കൻഡ് ലെയർ, ആ ഒരു ഹാർഡ്വെയർ ഇൻഫ്രാസ്ട്രക്ചർ ലെയറിലേക്ക് വരുന്നത്. ഈ 6 പോയിൻറ്റ്സ് ആണ്. ഈ 6 പോയിൻറ്റ്സും ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന ഓർഡറിൽ ഓർത്ത് വയ്ക്കുക. വളരെ സിമ്പിളാണ് ആലോചിക്കാൻ. അതുകൊണ്ട് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക. ഇതിനകത്ത് എക്സാമ്പിൾസ് മനസ്സിൽ ഇരിക്കണം. MCQന് ചിലപ്പോൾ ചോദിക്കുവാണെങ്കിൽ അത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇതിനകത്തെ നെക്സ്റ്റ് ടോപ്പിക്, കീ കോൺസെപ്റ്റ്സ് ഇൻ ഓഡിറ്റിംഗ് ഇൻ റിയൽ ടൈം എൻവയോൺമെൻറ്റ് സച്ചസ് ഇ-കൊമേഴ്സ്, ERP, കോർ ബാങ്കിങ് എക്സെട്ര. ഇപ്പം നമ്മളൊരു ഓട്ടോമേറ്റഡ് എൻവയോൺമെൻറ്റ് ഓഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മളൊരു ബാങ്ക് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിന് പോവുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു കമ്പനിയുടെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിന് നമ്മൾ പോവുകയാണ്. അപ്പം നമുക്കറിയാം അവിടെ ഉള്ളത് ഓട്ടോമേറ്റഡ് എൻവയോൺമെൻറ്റ് ആണ്. അവിടെ ഫിസിക്കലി ഉള്ള നമുക്ക് പേപ്പറും അല്ലെങ്കിൽ എന്താ പറയുക ഇൻവോയ്സസും എല്ലാം ഫിസിക്കലി ചെക്ക് ചെയ്യുന്നതിനുള്ള സ്കോപ്പ് കുറവാണ്. കൂടുതൽ നമ്മൾ ആ ഓട്ടോമേറ്റഡ് എൻവയോൺമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നിൽക്കുന്നത്. സോ അങ്ങനൊരു സിറ്റുവേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിൽ വയ്ക്കേണ്ടത്? ആസ് ആൻ ഓഡിറ്റർ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിൽ വെച്ചിട്ട് മുന്നോട്ട് പോകേണ്ടതെന്നുള്ളതാണ് ഈ ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു IC അതിനാ പറഞ്ഞിരിക്കുന്നത് നോക്കുക. റിയൽ ടൈം എൻവയോൺമെൻറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഓട്ടോമേറ്റഡ് എൻവയോൺമെൻറ്റ് ഇൻ വിച്ച് ബിസിനസ് ഓപ്പറേഷൻസ് ആൻഡ് ട്രാൻസാക്ഷൻസ് ആർ ഇനിഷ്യേറ്റഡ്, പ്രോസസ്ഡ് ആൻഡ് റിക്കോർഡഡ് ഇമ്മീഡിയറ്റ്ലി ആസ് ദേ ഹാപ്പൻ വിത്തൗട്ട് ഡിലേ. ഈ 3 കാര്യങ്ങൾ ഒരുമിച്ച് നടക്കണം. അതായത് ഇനിഷ്യേഷൻ സംഭവിക്കുമ്പോൾ തന്നെ അത് പ്രോസസ്സ് ചെയ്യണം, അത് റെക്കോർഡും ചെയ്തിരിക്കണം. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. സിമ്പിളാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ ATM കൗണ്ടറിൽ പോയിട്ട് ക്യാഷ് വിഡ്രോ ചെയ്യുന്നു. ഒരു കസ്റ്റമർ ക്യാഷ് വിഡ്രോ ചെയ്യുന്നു. അയാളുടെ അക്കൗണ്ടിൽ കുറച്ച് 1000 രൂപ കിടപ്പുണ്ട്. പുള്ളി 500 രൂപ വിഡ്രോ ചെയ്യുമ്പോഴത്തേക്കും പുള്ളിക്ക് ആ ക്യാഷ് കിട്ടുന്ന ടൈമിൽ തന്നെ ബാങ്കിൻ്റെ സെർവറിൽ ഇൻഫർമേഷൻ പോകണം. എന്ത്? പുള്ളി ക്യാഷ് വിഡ്രോ ചെയ്തു, 500 രൂപ വിഡ്രോ ചെയ്തു, ബാക്കി ബാലൻസ് 500 റുപ്പീസേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ ഡിലേ വന്നാൽ എന്ത് സംഭവിക്കും? പുള്ളി ATM നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുന്നു, സെയിം ടൈം പുള്ളിയുടെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചിട്ടും ഒരു 1000 രൂപ കൂടെ വിഡ്രോ ചെയ്യുന്നു. അപ്പം റിയൽ ടൈമിൽ പുള്ളി വിഡ്രോ ചെയ്ത എമൗണ്ടിൻ്റെ ഡീറ്റെയിൽ ബാങ്കിൻ്റെ ഡേറ്റാബേസ് റിഫ്ലക്റ്റ് ആയില്ലെങ്കിൽ പുള്ളിയുടെ അക്കൗണ്ടിലുള്ള ബാലൻസിനെക്കാട്ടി കൂടുതൽ വിഡ്രോ ചെയ്യാം. ക്ലാരിഫൈഡ് ആയെന്ന് വിശ്വസിക്കുന്നു. സോ എന്ത് ട്രാൻസാക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്താലും അത് കംപ്ലീറ്റ്ലി ഇനിഷ്യേഷൻ സംഭവിക്കുമ്പോൾ തന്നെ പ്രോസസ്ഡ് ആൻഡ് റെക്കോർഡ് ആയിരിക്കണം. ഡിലേ സംഭവിക്കാൻ പാടില്ല. ഇപ്പം നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നിരിക്കട്ടെ, നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ അത് ബാങ്ക് റിഫ്ലക്റ്റ് ആണ്. അപ്പോൾ UPI പേയ്മെൻറ്റ്സിൻ്റെ കാര്യം എടുക്കാം. നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോകുമ്പം അടുത്ത സെക്കൻഡ് തന്നെ പുള്ളിയുടെ അക്കൗണ്ടിൽ ക്യാഷ് എത്തുന്നതുകൊണ്ട്
പുള്ളിയുടെ സിസ്റ്റത്തിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ചിലയിടത്ത് ബോക്സും വെച്ചിട്ടുണ്ട്, ക്യാഷ് റിസീവ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ നമ്മുടെ റിയൽ ലൈഫിൽ കാണുന്ന റിയൽ ടൈം എൻവയോൺമെൻറ്റിൻ്റെ എക്സാമ്പിൾസ് ആണ്. സോ ഇതൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും കാണുമ്പോഴത്തേക്ക് മനസ്സിലാലോചിക്കും, ഓക്കെ ഇതാണ് റിയൽ ടൈം എൻവയോൺമെൻറ്റ്. ഇതുപോലെയൊക്കെയുള്ള റിയൽ ലൈഫ് എക്സാമ്പിൾസ് നമ്മൾ പഠിക്കുന്ന ഈ ഒരു ടോപ്പിക്കുമായിട്ട്, നമ്മൾ പഠിക്കുന്ന കണ്ടൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എക്സാമിൽ നിന്ന് നല്ല രീതിയിൽ നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റും ഇതൊക്കെ. ഓൾ റൈറ്റ്. ഒരു റിയൽ ടൈം എൻവയോൺമെൻറ്റിൻ്റെ വേരിയസ് ലെയേഴ്സ്. നമ്മൾ മുമ്പ് ഓട്ടോമേറ്റഡ് എൻവയോൺമെൻറ്റ് പഠിച്ചു. ഇപ്പം റിയൽ ടൈം എൻവയോൺമെൻറ്റിൻ്റെ വേരിയസ് കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എ റിയൽ ടൈം എൻവയോൺമെൻറ്റ് ഹാവ് സെവറൽ ക്രിട്ടിക്കൽ IT components that enables any time anywhere transaction to take place. നമുക്ക് റിയൽ ടൈം എൻവയോൺമെൻറ്റ് മീൻസ് അവധി എടുക്കാൻ ഒക്കത്തില്ല. ഇപ്പം നമുക്ക് ബാങ്ക് ഹോളിഡേ ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് പോയി ബാങ്ക് ട്രാൻസാക്ഷൻ നടത്താൻ ഒക്കത്തില്ല. നമ്മൾ ഗൂഗിൾ പേയ്മെൻറ്റ് നടത്തുന്നത് സൺഡേയിലായിരിക്കും, അല്ലെങ്കിൽ പബ്ലിക് ഹോളിഡേയിലായിരിക്കും. സോ എനി ടൈം എനിവെയർ ട്രാൻസാക്ഷൻസിനെ ഇൻറ്റഗ്രിറ്റി പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് റിയൽ ടൈം എൻവയോൺമെൻറ്റിൻ്റെ മെയിൻ പേർപ്പസ്. അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഇതിനകത്തുള്ള കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്. ആപ്ലിക്കേഷൻ നമ്മൾ മുകളിൽ പറഞ്ഞ സെയിം കാര്യമാണ്. നമ്മൾ ഡേറ്റ ആക്സസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു സംഭവം. ERP ആപ്ലിക്കേഷൻ സച്ച് ആസ് സാപ്പ്, ഒറാക്കിൾ, ബിസിനസ് സ്യൂട്ട്, കോർ ബാങ്കിങ് ആപ്ലിക്കേഷൻ. നമ്മൾ മുകളിൽ പറഞ്ഞ സംഭവമാണ് താഴെ അവർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുകളിലെ ആ ടോപ്പിക്ക് നമുക്ക് വൃത്തിയായിട്ട് നമുക്ക് ഡൈജസ്റ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതും ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ മുകളിൽ ഡിസ്കസ് ചെയ്ത സ്മോൾ അല്ലെങ്കിൽ ലാർജ് ബിസിനസ് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ്, അതാണ് ഇവിടെ വന്നിരിക്കുന്ന ആപ്ലിക്കേഷൻ. നെക്സ്റ്റ് വി ഹാവ് മിഡിൽ വെയർ. ഇത് മിഡിൽ വെയർ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇറ്റ് ബ്രിഡ്ജസ് ബിറ്റ്വീൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ആപ്ലിക്കേഷൻ. ഒരു യൂസറെയും യൂസർ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഡേറ്റയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സംഭവമാണത്. എക്സാമ്പിൾ എന്ന് വെച്ചാൽ വെബ് സെർവർ, അപ്പാച്ചെ, ഒറാക്കിൾ, ഫ്യൂഷൻ, ISS. ഇതൊക്കെയാണ് മിഡിൽ വെയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ സോഫ്റ്റ്വെയറിനെ, ഇപ്പം നമ്മൾ ലിനക്സിൽ അല്ലെങ്കിൽ വിൻഡോസിൽ റൺ ചെയ്യുന്നത്, ഇപ്പം ചില ബാങ്ക്സിലാണെന്നുണ്ടെങ്കിൽ വിൻഡോസാണ് അവർ യൂസ് ചെയ്യുന്നത്. അതിനകത്ത് റൺ ചെയ്യുന്നത് കോർ ബാങ്ക് സോഫ്റ്റ്വെയർ ചിലപ്പം ഫിനാക്കിളായിരിക്കാം, അല്ലെങ്കിൽ ബാങ്ക്സ് ലിങ്ക് വേർഷൻ ആയിരിക്കാം. അപ്പം ഇതിനെ തമ്മിൽ ബ്രിഡ്ജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരെണ്ണമാണ് മിഡിൽ വെയർ എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്. നെക്സ്റ്റ് വി ഹാവ് നെറ്റ്വർക്ക്. നെറ്റ്വർക്ക് നമ്മൾ മുകളിൽ ഡിസ്കസ് ചെയ്ത സെയിം കാര്യങ്ങൾ തന്നെയാണ്. വാൻ, ലാൻ, ആ വക കാര്യങ്ങൾ. സോ അവിടുത്തെ ക്ലാരിറ്റി നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുമായിട്ട് അത് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ നെക്സ്റ്റ് വി ഹാവ് ദി ഹാർഡ്വെയർ, ഫിസിക്കൽ ഹാർഡ്വെയർ. ഫോർ എക്സാമ്പിൾ സെർവേഴ്സ്, ഡാറ്റ സെൻറ്റേഴ്സ്, ബാക്കപ്പ് ആൻഡ് സ്റ്റോറേജ് ഡിവൈസസ്. ഇതിനകത്ത് മൗസ് വരുന്നുണ്ട്, കീബോർഡ് വരുന്നുണ്ട്. ഇതെല്ലാം ഹാർഡ്വെയർ ഇതിനകത്ത് ഉള്ളത് തന്നെയാണ്. മെയിനായിട്ട് വരുന്നത് സെർവർ, ഡാറ്റ ബാക്കപ്പ് സെൻറ്റേഴ്സ്, സ്റ്റോറേജ് ഡിവൈസസ്, ഫ്ലോപ്പി, ഹാർഡ് ഡിസ്ക്, ഇതൊക്കെയാണ് ഹാർഡ്വെയറിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള കാര്യങ്ങൾ, ഇത് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ. നമുക്ക് സോഫ്റ്റ്വെയർ എന്ന് ചിന്തിച്ചാലും കുഴപ്പമില്ല, പക്ഷേ എക്സാമിന് ആപ്ലിക്കേഷൻ തന്നെ എഴുതണം. സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ, ഇത് രണ്ടും നമ്മൾ പണ്ടുതൊട്ടേ പഠിക്കുന്നതാണ് കമ്പ്യൂട്ടറിൻ്റെ മെയിൻ കമ്പോണൻസ് എന്നുള്ള രീതിയിൽ. സെയിം സംഭവങ്ങൾ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. നെറ്റ്വർക്ക്, ഇതിനകത്ത് നിങ്ങൾക്ക് പുതുതായിട്ട് കേൾക്കുന്ന ഒരേ ഒരു ടൈം എന്ന് പറയുന്നത് മിഡിൽ വെയർ ആണ്. ബാക്കി ആപ്ലിക്കേഷൻ ആയാലും നെറ്റ്വർക്ക് ആയാലും ഹാർഡ്വെയർ ആയാലും മുന്നേ കേട്ടിട്ടുണ്ട്. മിഡിൽ വെയർ മാത്രമാണ് പുതുതായിട്ട് കേൾക്കുന്ന ഒരു സംഭവം. സോ ഇത് ഈ ഒരു ഓർഡറിൽ തന്നെ പഠിക്കുക. എക്സാമിന് ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചില എക്സാംസിന് ഇത് ചോദിച്ചിട്ടുള്ള ഒരു സെക്ഷനാണ്. ചോദിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് എഴുതാനും പറ്റുന്നൊരു കാര്യമാണത്. ഓൾ റൈറ്റ്. To facilitate transactions in real time, it is essential to have systems, network and application available during all time. Any failure, even in one component, could render the entire real-time system unavailable, which will result in loss of revenue and goodwill. നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത ഈ ആപ്ലിക്കേഷൻ, ഈ കമ്പോണൻസിനകത്ത് ഏത് ഫെയിൽ ആയാലും റിയൽ ടൈം എൻവയോൺമെൻറ്റിനെ, ഓട്ടോമേറ്റഡ് എൻവയോൺമെൻറ്റിനെ എഫക്റ്റ് ചെയ്യും. ബിസിനസ് ഡിസ്റ്റർബ്ഡ് ആവും. ഒരു ഇ-കൊമേഴ്സ് പോർട്ടലിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് പറയുന്നുണ്ട്. അവിടെ തൗസൻഡ്സ് ഓഫ് ട്രാൻസാക്ഷൻസ് ആണ്. ഇപ്പോൾ ഫ്ലിപ്കാർട്ട് ആയാലും ആമസോൺ ആയാലും തൗസൻഡ്സ് ഓഫ് ട്രാൻസാക്ഷൻസ് ആണ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. അവിടെ ഒന്നുകിൽ നെറ്റ്വർക്ക് ഇഷ്യൂ വന്നാൽ, അല്ലെങ്കിൽ അവിടുത്തെ മിഡിൽ വെയറിന് ഇഷ്യൂ വന്നാൽ, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ അറ്റാക്ക് വന്നാൽ, ഏത് ഒരു കമ്പോണൻറ്റ് കോംപ്രമൈസ്ഡ് ആയാലും അവിടെ അവരുടെ ഗുഡ് വില്ല് നഷ്ടപ്പെടും, ആ ദിവസം സെയിൽസ് നഷ്ടപ്പെടും. സോ ഈച്ച് കമ്പോണൻസ് ആർ ഈക്വലി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതിനകത്ത് ഒരു എക്സാമ്പിൾ കൂടെ വെച്ച് പറയാം. മോസ്റ്റ് റിയൽ ടൈം സിസ്റ്റം ആൻഡ് എൻവയോൺമെൻറ്റ് ആക്സസിബിൾ ത്രൂ പബ്ലിക് ഡൊമൈൻ ആൻഡ് ഇൻ്റർനെറ്റ്. Hence, they are more likely to be vulnerable to network and cyber attacks, including denial of service. ഇതെന്താണ് അവർ പറയുന്നത്?
ഫ്ലിപ്കാർട്ട് നമ്മൾ ആപ്പ് യൂസ് ചെയ്താണ് നമ്മൾ മേടിക്കുന്നത്. ഇതെല്ലാം റിയൽ ടൈം എൻവയോൺമെൻ്റ് ആണ്. ഫ്ലിപ്കാർട്ട് റിയൽ ടൈം എൻവയോൺമെൻ്റ് എന്ന് പറയാൻ കാര്യം എന്താണ്? നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുമ്പം തന്നെ അത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ഡെബിറ്റ് ആവുന്നു. പിന്നെ അത് എന്താണ് സെല്ലറിലേക്ക് ആ ഓർഡർ എത്തുന്നു. ഇതെല്ലാം ആ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് നടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം നമ്മൾ ബാങ്ക്, ഊബർ, സൊമാറ്റോ, ഇതെല്ലാം റിയൽ ടൈം എൻവയോൺമെൻ്റ് ആണ്. നമ്മൾ ഊബർ വഴി ഫുഡ് ഓർഡർ ചെയ്യുന്നു. നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ മണി ഡെബിറ്റഡ് ആവുന്നു. നമ്മുടെ ഹോട്ടലിലേക്ക് ഊബർ ഈറ്റ്സ് ആണെങ്കിൽ നമ്മുടെ ഹോട്ടലിലേക്ക് ഇൻസ്ട്രക്ഷൻ പോകുന്നു. ഇപ്പോൾ നമ്മൾ കാർ ഹയർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് തന്നെ നമ്മുടെ നിയറസ്റ്റ് ലൊക്കേഷനിലുള്ള ഡ്രൈവർക്ക് ഇൻറ്റിമേഷൻ പോകുന്നു. പുള്ളി എന്തെങ്കിലും അക്സെപ്റ്റ് ചെയ്യുന്ന ഡിനേ ചെയ്യുന്നു. ഇതെല്ലാം റിയൽ ടൈം എൻവയോൺമെൻറ്റിൽ നടക്കുന്നതാണ്. സോ ഇതെല്ലാം നമ്മൾ ആക്സസ് ചെയ്യുന്ന എന്താണ്? പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് വഴിയാണ്. അതാണ് ഇവർ പറയുന്നത് all these are accessible through public domain. അവരുടെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയൊക്കെയാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. സോ ഇതെല്ലാം വളരെ വൾണറബിൾ ആണ്. ബിക്കോസ് സൈബർ അറ്റാക്സും മാൾവെയർ അറ്റാക്സും ഒക്കെ വളരെ കോമൺ ആയിട്ട് നടക്കുന്ന കാര്യമാണ്. റിയൽ ടൈം എൻവയോൺമെൻറ്റിൻ്റെ ഒരു ലിമിറ്റേഷനും ഇത് തന്നെയാണ്. ഇറ്റ് ഈസ് വൾണറബിൾ ടു നെറ്റ്വർക്ക് ആൻഡ് സൈബർ അറ്റാക്സ്. ഈ പോയിന്റ് മനസ്സിൽ വയ്ക്കുക. റിയൽ ടൈം എൻവയോൺമെൻറ്റിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഈ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ്, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഡോക്യുമെൻറ്റിങ് ഓട്ടോമേറ്റഡ് എൻവയോൺമെൻറ്റ്. എന്താണ് ഈ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഡോക്യുമെൻറ്റിങ് ഓട്ടോമേറ്റഡ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്? ആസ് ആൻ ഓഡിറ്റർ നമ്മൾ ഒരു കമ്പനി ഓഡിറ്റിന് പോവുകയാണ്. വി ഷുഡ് നോ ഹൗ എഫക്റ്റീവ് ദെയർ ഓട്ടോമേറ്റഡ് എൻവയോൺമെൻറ്റ് ഈസ്. അവിടുത്തെ ഓട്ടോമേറ്റഡ് എൻവയോൺമെൻറ്റ് കറപ്റ്റഡ് ആണ് അല്ലെങ്കിൽ എഫിഷ്യൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ റിപ്പോർട്ട് ക്വാളിഫൈ ചെയ്യേണ്ടി വരും. സോ ആ ഒരു ഒപ്പീനിയനിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് വി ഷുഡ് ഹാവ് എ കൺസ്ട്രക്റ്റീവ് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദി ഓട്ടോമേറ്റഡ് എൻവയോൺമെൻറ്റ്. അവിടുത്തെ IT സിസ്റ്റത്തിനെ പറ്റി നമുക്ക് നല്ല അണ്ടർസ്റ്റാൻഡിങ് വേണം. ഇതിനകത്ത് SA 315 ആപ്ലിക്കബിൾ ആണ്. അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി ഓട്ടോമേറ്റഡ് എൻവയോൺമെൻറ്റ് ഓഫ് എ കമ്പനി ഈസ് റിക്വയർഡ് ആസ് പെർ SA 315. ദ ഓഡിറ്റേഴ്സ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ഓട്ടോമേറ്റഡ് എൻവയോൺമെൻറ്റ് ഷുഡ് ഇൻക്ലൂഡ് ദ ഫോളോയിങ്. എന്തൊക്കെയാണെന്ന് നോക്കാം. SA 315 എന്താണ്? ഐഡൻറ്റിഫൈങ് ആൻഡ് അസസിങ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ് ത്രൂ അണ്ടർസ്റ്റാൻഡിങ് ദ എൻറ്റിറ്റി ആൻഡ് ഇറ്റ്സ് എൻവയോൺമെൻറ്റ്. ആ SAയ്ക്കകത്ത് കമ്പനിയുടെ ഓട്ടോമേറ്റഡ് എൻവയോൺമെൻറ്റിനെ പറ്റിയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെ വേണം എന്നുള്ള ഗൈഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ആസ് ആൻ ഓഡിറ്റർ ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ ഓട്ടോമേറ്റഡ് എൻവയോൺമെൻറ്റ് വി ഷുഡ് ഡു ദീസ് ഫോളോയിങ് തിങ്സ്. ഈ കാര്യങ്ങൾ നമുക്ക് അവയർനെസ് വേണം. എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആപ്ലിക്കേഷൻ ദാറ്റ് ഈസ് ബീങ് യൂസ്ഡ് ബൈ ദ കമ്പനി. ഈ ആപ്ലിക്കേഷൻ എന്നുള്ള വേർഡ് നമ്മൾ റെപ്പറ്റേറ്റീവ്ലി കേൾക്കുന്നതാണ്. നമ്മൾ മുകളിൽ ഒരുപാട് സ്ഥലത്ത് കേട്ടു. ബിക്കോസ് ഇറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ്. ഒരു കമ്പനി ചിലപ്പം ടാലി ആയിരിക്കും യൂസ് ചെയ്യുന്നത്, സാപ്പ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്, കോർ ബാങ്ക് സോഫ്റ്റ്വെയർസ്, ഫിനാക്കിളോ ബാങ്ക്സിംഗ് വേർഷനൊക്കെ ആയിരിക്കും ബാങ്ക്സ് യൂസ് ചെയ്യുന്നത്. സോ ഈ ആപ്ലിക്കേഷൻ ഏതാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഇപ്പോൾ ടാലി ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അത്യാവശ്യം നോളജ് ഉള്ള ഒരു ERP സോഫ്റ്റ്വെയർ ആണ്. ഇപ്പം ഓഡിറ്റർക്ക് ടാലി ആണെന്ന് കാണുകയാണെങ്കിൽ പുള്ളി കുറച്ച് എക്സ്റ്റെൻസീവ്ലി അതിൻ്റെ ഇൻറ്റഗ്രിറ്റി ചെക്ക് ചെയ്യാനായിട്ട് റിസർച്ച് ചെയ്യാം, ഓഡിറ്റ് ചെയ്യാൻ പറ്റും. സോ ആപ്ലിക്കേഷൻ, എന്ത് ആപ്ലിക്കേഷനാണ് അവർ യൂസ് ചെയ്യുന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കുക. ഓരോ പ്രോസസ്സിനും ഒരു മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ എല്ലാത്തിനും കൂടെ ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അത് എന്താണെന്നുള്ളത് ആസ് ആൻ ഓഡിറ്റർ വി ഷുഡ് ഹാവ് ആൻ അണ്ടർസ്റ്റാൻഡിങ്. ഡീറ്റെയിൽസ് ഓഫ് ദി IT ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കമ്പോണൻസ് ഫോർ ഈച്ച് ഓഫ് ദി ആപ്ലിക്കേഷൻ. ഈച്ച് ഓഫ് ദി ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കമ്പനി പേറോൾ പ്രോസസ്സിങ്ങിന് യൂസ് ചെയ്യുന്ന ഡെഡിക്കേറ്റഡ് സോഫ്റ്റ്വെയർ ആയിരിക്കും. പക്ഷേ അവിടെ പെർച്ചേസിന് യൂസ് ചെയ്യുന്ന ടാലി ആയിരിക്കും. വിവിധ ആപ്ലിക്കേഷൻസ് ഒരു കമ്പനി യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ അണ്ടർലൈങ് IT ഇൻഫ്രാസ്ട്രക്ചർ, സഫീഷ്യൻ്റ് ആയിട്ടുള്ള IT ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടോ, പ്രോപ്പർ സേഫ് ഗാർഡ് ഉണ്ടോ, ഇത്രയും വോളിയം പ്രോസസ്സ് ചെയ്യാനുള്ള ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിക്ക് ഉണ്ടോ എന്നുള്ളതും ഓഡിറ്റർ ഡോക്യുമെൻ്റ് ചെയ്യണം. നെക്സ്റ്റ് ഈസ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആൻഡ് ഗവർണൻസ്. ഈ IT ഗവർണൻസ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അത് കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ സബ്സെക്ഷനാണ്. ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറും കോർപ്പറേറ്റ് ഗവർണൻസും ഒക്കെ ITക്ക് ഫേവറബിൾ ആണോ? അതായത് ഒരു പ്രോപ്പർ അതോറിറ്റി മാട്രിക്സ് ഓർഗനൈസേഷനിലുണ്ടോ? IT വരുന്നവർക്കും പോകുന്നവർക്കും ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണോ ആ ഓട്ടോമേറ്റഡ് എൻവയോൺമെൻറ്റ് ഉള്ളത് എന്നുള്ളത് സ്പെസിഫിക്കലി ചെക്ക് ചെയ്യണം. ഇത് മാനേജ്മെൻറ്റ് ഇൻറ്റഗ്രിറ്റി ചെക്ക് ചെയ്യുന്നത് ഇതിനകത്തെ ഒരു ഭാഗം തന്നെയാണ്. ഈ ഗവർണൻസിനകത്ത് വരുന്നത് IT ഗവർണൻസ് ആണ്. IT ഗവർണൻസ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, അവിടുത്തെ ഇൻഫർമേഷൻ സിസ്റ്റത്തിനകത്ത് പ്രോപ്പർ ആക്സസ് കൺട്രോൾ ഉണ്ടോ, സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടി ഉണ്ടോ, അതിൻ്റെ സേഫ് ഗാർഡ് ആൻഡ് സെക്യൂരിറ്റി പ്രോപ്പർലി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉള്ളതാണ് അതിനകത്ത് വരുന്നത്. ഓക്കെ, ദെൻ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഫോളോഡ്. IT policies, IT procedures, for example timely updation of their ERP software, timely improvement അല്ലെങ്കിൽ timely detection of the error
which can possibly happen in their IT environment. ഇവ കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരു പ്രോപ്പർ പോളിസി, ആ പോളിസിയും അത് പോളിസീസ് പ്രോപ്പർലി ഫോളോ ചെയ്യുന്നുണ്ടോ, അതിന് പ്രൊസീജിയേഴ്സ് എല്ലാം ഫോളോഡ് ആണോ എന്നുള്ളതും ഓഡിറ്റർ ചെക്ക് ചെയ്യണം. അത് അവരുടെ സിസ്റ്റം അപ്ഡേഷൻ ലോഗ് ബുക്ക് അതുപോലെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റിയുള്ള ഓഡിറ്റർക്ക് അതിനെപ്പറ്റിയുള്ള അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് IT റിസ്ക്സ് ആൻഡ് കൺട്രോൾസ്. IT റിസ്ക് എന്തൊക്കെയാണ് മുമ്പ് പറഞ്ഞത്, മാൽവെയർ അറ്റാക്സ് അതുപോലെയുള്ള അങ്ങനെയുള്ള എന്തെങ്കിലും വൈറസ് അറ്റാക്സ്, മാൽവെയർ അറ്റാക്ക്, ട്രോജൻ ഹോഴ്സസ് അതുപോലെയുള്ള എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ, അതല്ലാതെ വേറെ എന്തെങ്കിലും IT റിസ്ക് അവരുടെ ഓട്ടോമേറ്റഡ് എൻവയോൺമെൻറ്റിനെ സറൗണ്ട് ചെയ്തിട്ടുണ്ടോ, ഉണ്ടായിരിക്കും, ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കും. ഇതെല്ലാം ഓഡിറ്റർ മനസ്സിലാക്കണം. ആൻഡ് കൺട്രോൾസ് മീൻസ് പ്രോപ്പർ കൺട്രോൾ പ്രൊസീജിയേഴ്സ് ലേ ഡൗൺ ചെയ്തിട്ടുണ്ടോ, വിച്ച് മീൻസ് ഈ റിസ്ക് എല്ലാം മിറ്റിഗേറ്റ് ചെയ്യാനായിട്ട് പ്രോപ്പർ ഒരു കൺട്രോൾ ഒരു പെർവാസീവ് ലെവലിൽ ഓർഗനൈസേഷനിലുണ്ടോ എന്നുള്ളതാണ് ഇതിനകത്ത് നോക്കുന്നത്. സോ ഓട്ടോമേറ്റഡ് സിസ്റ്റം ഒരു റിയൽ ടൈം എൻവയോൺമെൻറ്റ് ഓഡിറ്റ് ചെയ്യുന്ന ഓഡിറ്റർ ഈ 5 പോയിൻറ്റ്സ് മനസ്സിൽ വെക്കണം. ഇത് ഒരു കംപ്ലീറ്റ് ലിസ്റ്റ് അല്ല, വേറെ കുറേ കാര്യങ്ങളും ഉണ്ട്, ബട്ട് എന്നാൽ ഇത്രയും കാര്യങ്ങൾ ഓഡിറ്റർ മനസ്സിലാക്കണം. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, ആസ് പെർ SA 230 ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ പ്രകാരം ഇതെല്ലാം നമ്മൾ ഡോക്യുമെൻറ്റും ചെയ്യണം. ഓഡിറ്റർ ഇസ് റിക്വയർഡ് ടു ഡോക്യുമെൻറ്റ് ദി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എ കമ്പനീസ് ഓട്ടോമേറ്റഡ് എൻവയോൺമെൻറ്റ് ആസ് പെർ SA 230. അപ്പം SA 230 പ്രകാരം നമുക്ക് ഇത് എങ്ങനെ ഡോക്യുമെൻറ്റ് ചെയ്യാൻ നോക്കാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുള്ളത് വെച്ചിട്ട് തന്നെ നമുക്ക് നോക്കാം. ഓഡിറ്റർ ഒരു ടേബിൾ അങ്ങോട്ട് ഡ്രോ ചെയ്യുവാണ്. ആപ്ലിക്കേഷൻ, the purpose for which that application is used for, then database, operating system, network, server and storage. ഇതെല്ലാം നമ്മൾ മോൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. കണ്ടോ, ഇതെല്ലാം എവിടെ എത്ര സ്ഥലങ്ങളിൽ നമ്മൾ ഓൾറെഡി പഠിച്ച കണ്ട് റിപ്പറ്റേറ്റീവായിട്ട് വരുന്നുണ്ടെന്നുള്ളത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ആപ്ലിക്കേഷൻ, ഡേറ്റാബേസ്, OS, നെറ്റ്വർക്ക്, സ്റ്റോറേജ്, ഇതെല്ലാം മോൾ ഡിസ്കസ് ചെയ്തതാണ്. ഇതിന് എങ്ങനെ ഒരു റിയൽ ടൈം എൻവയോൺമെൻറ്റ് ഓഡിറ്റ് ചെയ്യാൻ വന്ന ഓഡിറ്റർ നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഇതിനെ എങ്ങനെ നമുക്ക് ഡോക്യുമെൻ്റ് ചെയ്യാൻ നോക്കാം. ഫോർ എക്സാമ്പിൾ REVS, റിസർവേഷന് വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. ഹോട്ടൽസിലാണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക വലിയ ഓഡിറ്റോറിയംസ് അല്ലെങ്കിൽ കാസിനോസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണത്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫ്രണ്ട് ഡെസ്ക് ആൻഡ് ഗസ്റ്റ് റിസർവേഷൻ. അത് നമുക്ക് മനസ്സിലായി. അവർ യൂസ് ചെയ്യുന്ന ഡേറ്റാബേസ് ഏതാണ്? MSQL സെർവർ 2018. അവർക്ക് ഒറാക്കിൾ എല്ലാവരും യൂസ് ചെയ്യുന്നത്, അവർ MS SQL ആണ് യൂസ് ചെയ്യുന്നത്. യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒബ്വിയസ്ലി വിൻഡോസ് ആണ്. ഓൾമോസ്റ്റ് എല്ലായിടത്തും യൂസ് ചെയ്യുന്നത് വിൻഡോസ് തന്നെയാണ്. നെറ്റ്വർക്ക് ഇൻഹൗസ് ഡെവലപ്ഡ് ആണ്. ഇൻഹൗസ് ഡെവലപ്ഡ് നെറ്റ്വർക്കാണ്. അവിടെ ഇൻറ്റേർണൽ IT ടീം ഡെവലപ്പ് ചെയ്ത നെറ്റ്വർക്കാണ് യൂസ് ചെയ്യുന്നത്. യൂസ് ചെയ്യുന്ന സെർവർ ആൻഡ് സ്റ്റോറേജ് എന്താണ്? HPയുടെ ഇൻറ്റേർണൽ ഹാർഡ് ഡിസ്ക് ആണ് അവർ യൂസ് ചെയ്യുന്നത്. ഈ രീതിയിൽ നമുക്ക് നോട്ട് ചെയ്ത് പോകാം. ഇപ്പം KOTS, റെസ്റ്റോറൻറ്റ് ആൻഡ് കിച്ചൺ ഓർഡേഴ്സ്. ഇപ്പം ഈ ഒരു ഹോട്ടൽ നമ്മൾ ഒരു കമ്പനി തന്നെ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുമെന്ന് പറയുന്നു. ഈ 2 ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നത്, ഈ 3 ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നത് ഹോട്ടൽ തന്നെ ആയിരിക്കാം. അവർ ആക്ച്വലി REVS റിസർവേഷൻ സിസ്റ്റത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നു. KOTS അവർ യൂസ് ചെയ്യുന്നത് കിച്ചൺ ഓർഡർ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടാണ്. ബിൽ സിസ്റ്റം അവർ യൂസ് ചെയ്യുന്നത് ബില്ലിങ്ങിന് വേണ്ടിയിട്ടാണ്. സോ ഇതെല്ലാം ഒരു ഒറ്റ കമ്പനിയിൽ തന്നെ യൂസ് ചെയ്യുന്ന വേരിയസ് ആപ്ലിക്കേഷൻസ് ഓഡിറ്റർ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ പർപ്പസ് എന്താണ്, അതിനകത്ത് യൂസ് ചെയ്യുന്ന ഡേറ്റാബേസ് എന്താണെന്നൊക്കെ ഉള്ളത് പുള്ളി നോട്ട് ചെയ്ത് വെക്കുന്നതിൻ്റെ ഒരു ടെംപ്ലേറ്റ്, ഒരു ഫോർമാറ്റാണ് ഈ കാണുന്നത്. ഇതൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വെക്കുക. കാര്യം എപ്പോഴെങ്കിലും ഓഡിറ്റിനൊക്കെ പോകുമ്പോഴത്തേക്ക് ഇതുവരെ നമുക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, മൂവിങ് ഓൺ. ഇപ്പം നമ്മൾ ഈച്ച് ഫേസ് ഓഫ് ഓഡിറ്റ് ലൈഫ് സൈക്കിൾ ഉണ്ട്. പ്ലാനിങ്, എക്സിക്യൂഷൻ, റിപ്പോർട്ടിംഗ് എന്ന് പല ഫേസസ് ആണ് ഓഡിറ്റ് ലൈഫ് സൈക്കിളിന്. ഓരോ ഫേസിലും നമ്മൾ ഓട്ടോമേറ്റഡ് എൻവയോൺമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ കൺസിഡർ ചെയ്യണം. നെക്സ്റ്റ് ടോപ്പിക്സ് വിൽ ബി കൺസിഡറേഷൻ ഓഫ് ഓട്ടോമേറ്റഡ് എൻവയോൺമെൻറ്റ് അറ്റ് ഈച്ച് ഫേസസ് ഓഫ് ഓഡിറ്റ് സൈക്കിൾ. ഓക്കെ, ഇപ്പം ഓഡിറ്റിൽ മെയിനായിട്ട് 3 ഫേസസ് ആണ് വരുന്നത്. ഓഡിറ്റ് അപ്രോച്ച് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 3 ബ്രോഡ് ഫേസസ് കംപ്രൈസിങ് ഓഫ് പ്ലാനിങ്, എക്സിക്യൂഷൻ ആൻഡ് കംപ്ലീഷൻ. നമ്മൾ ഓഡിറ്റ് തുടങ്ങുന്നതിന് മുന്നേ ഓഡിറ്റ് പ്രോഗ്രാം ഡ്രോപ്പ് ചെയ്യും, നമ്മൾ ഓഡിറ്റ് പ്ലാൻ ചെയ്യും, എന്നിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂഷൻ്റെ അവസാനമാണ് കംപ്ലീഷൻ വരുന്നത്. കംപ്ലീഷൻ മീൻസ് റിപ്പോർട്ടിങ്. ഏറ്റവും അവസാനം എന്താണ് കംപ്ലീഷൻ. അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഓഡിറ്റ് എൻഡ് ആവുന്നത്, അല്ലെങ്കിൽ കൺക്ലൂഡഡ് ആവുന്നത്, കംപ്ലീറ്റഡ് ആവുന്നത് നമ്മൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുമ്പോഴാണ്. അറ്റ് ഈച്ച് ഓഫ് ദീസ് ഫേസസ് ഓട്ടോമേറ്റഡ് എൻവയോൺമെൻറ്റ് റിലവൻ്റ് ആണ്. അതെങ്ങനെയാണ് റിലവൻ്റ് ആവുന്നത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. പ്ലാനിങ് ഫേസിൽ നമ്മൾ റിസ്ക് അസസ്മെൻറ്റ് നടത്തും. എത്രത്തോളം റിസ്ക് ഇതിനകത്തുണ്ടെന്നുള്ളത് റിസ്ക് അസസ്മെൻറ്റ് നടത്തും.
ഡ്യൂറിങ് റിസ്ക് അസസ്മെൻറ്റ് ഫേസ് നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയുന്നത്. സോ ഈ ഒരു ടോപ്പിക്ക് കുറച്ച് അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഡ്യൂറിങ് റിസ്ക് അസസ്മെൻറ്റ് ഓഡിറ്റർ ഷുഡ് കൺസിഡർ റിസ്ക് അറൈസിങ് ഫ്രം ദ യൂസ് ഓഫ് IT സിസ്റ്റം അറ്റ് ദ കമ്പനി. ഇപ്പം ഓവറോൾ റിസ്ക് അസസ്മെൻറ്റ് പ്രോസസ്സ് ഒരു ഓഡിറ്റർ കമ്പനി ഓഡിറ്റിന് മുന്നേ നടത്തും. അപ്പോൾ അതിനകത്ത് IT-യുടെ റിസ്ക് എത്രത്തോളമാണ് എന്നുള്ളത് നോക്കണം. ഇപ്പോൾ 100%, ഇപ്പോൾ ഒരു എഡ്യൂടെക് കമ്പനി, എഡ്യൂക്കേഷൻ ടെക്നോളജി ബേസ്ഡ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവർ 100% IT ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നതാണ്. സോ അവരുടെ ഇൻറ്റേർണൽ എംപ്ലോയീസ് എന്നുണ്ടാകുന്ന റിസ്ക് അല്ലെങ്കിൽ റിസ്ക് ഓഫ് ഫ്രോഡിനെ കാട്ടി അവർക്ക് IT റിസ്ക് കൂടുതലാണ്. സോ ഡ്യൂറിങ് ദ റിസ്ക് അസസ്മെൻറ്റ് ഫേസ് IT ആ ഓർഗനൈസേഷനിൽ യൂസ് ചെയ്യുന്ന IT സിസ്റ്റത്തിൽ നിന്നുള്ള റിസ്ക് എത്രത്തോളമാണ് എന്നുള്ളത് ഓഡിറ്റർ അനലൈസ് ചെയ്യണം. ഓക്കെ. Next, when obtaining an understanding of the business process and performing walkthroughs, the use of IT system and application should be considered. ഈ വാക്ക് ത്രൂ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് മെയിൻലി ഡൺ ഡ്യൂറിങ് ദ ഇൻറ്റേർണൽ ഓഡിറ്റ്. അതെന്ന് വെച്ചാൽ വാക്ക് ത്രൂ എന്ന് വെച്ചാൽ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ട്രാൻസാക്ഷൻ, ഒരു കമ്പനിയുടെ അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ കൂടെ എങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്നു ഫ്രം ബിഗിനിങ് ടു എൻഡ്. ഇപ്പോൾ ഒരു എംപ്ലോയിക്ക് നമ്മൾ സാലറി പേയ്മെൻറ്റ് നടത്തുമ്പോഴത്തേക്കും അത് ഫ്രം ഇനിസിയേഷൻ, അതായത് സാലറി പേയ്മെൻറ്റ്, പെയിൻ സ്ലിപ്പ്, അത് നമ്മൾ എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത്, ആ ഒരു പ്രോസസ്സ്, ഒരു ട്രാൻസാക്ഷൻ എൻറ്റിറ്റിയുടെ അക്കൗണ്ട് സിസ്റ്റത്തിലൂടെ എങ്ങനെയൊക്കെയാണ് പ്രോഗ്രസ് ചെയ്യുന്നത് എന്നുള്ളതാണ് വാക്ക് ത്രൂ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആസ് ആൻ ഓഡിറ്റർ വി നീഡ് ടു ഒബ്റ്റെയിൻ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ ബിസിനസ് പ്രോസസ്. ബിസിനസ്സിനെ പറ്റി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നമുക്ക് ഓഡിറ്റ് ആകത്തില്ല. നമ്മൾ ഒരു കമ്പനി ഓഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ പ്രീവിയസ് ഇയർ ആനുവൽ റിപ്പോർട്ട് വായിക്കും, അതിൻ്റെ ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കും. അങ്ങനെ വൈൽ വി ഒബ്റ്റെയിൻ ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ബിസിനസ് പ്രോസസ് ആൻഡ് പെർഫോമിംഗ് വാക്ക് ത്രൂ, യൂസ് ഓഫ് IT സിസ്റ്റം ആൻഡ് ആപ്ലിക്കേഷൻ ഷുഡ് ബി കൺസിഡർഡ്. ഇപ്പം ബിസിനസ് IT ഡിപ്പെൻഡൻ്റ് ആണ് ഹെവിലി എന്നുണ്ടെങ്കിൽ നമ്മൾ IT ആസ്പെക്റ്റ് ഓഡിറ്റ് ചെയ്യാൻ കൂടുതൽ നമ്മൾ ഫോക്കസ് കൊടുക്കണം, കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. അതാണ് ഇവിടെ പറയുന്നത്. സോ എത്രത്തോളം ഡിപ്പെൻഡ് ആണെന്നുള്ളത് നമ്മൾ ഈ വാക്ക് ത്രൂ ടെസ്റ്റ് പെർഫോം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. നമുക്കൊരു ട്രാൻസാക്ഷൻ നമ്മൾ ട്രേസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും എത്രത്തോളം IT ഡിപ്പെൻഡൻ്റ് ആണ് സിസ്റ്റം എന്നുള്ളത്. ഓക്കെ, അപ്പം 2 എണ്ണം കഴിഞ്ഞു. മൂന്നാമത്തേത്, വൈൽ അസസിങ് ദ എൻറ്റിറ്റി ലെവൽ കൺട്രോൾസ്, the aspect relating to IT governance need to be understood and reviewed. എൻറ്റിറ്റി ലെവൽ കൺട്രോൾസിനെ പറ്റി ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി വരുന്നുണ്ട്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്, വളരെ ബ്രീഫായിട്ടുണ്ട്. എന്നാൽ ഇവിടെ നിന്ന് പറഞ്ഞു എൻറ്റിറ്റി ലെവൽ കൺട്രോൾ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ പെർവാസീവ് കൺട്രോൾ. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് തൊട്ട് ലോവർ ലെവൽ മാനേജ്മെൻറ്റ് വരെയുള്ള എല്ലാവരെയും ഈക്വലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു കൺട്രോളാണ് എൻറ്റിറ്റി ലെവൽ കൺട്രോൾ. അതൊരു കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ ഇൻറ്റഗ്രിറ്റിയുടെ ഭാഗമായിട്ടുള്ളതാണ്. അത് IT സിസ്റ്റത്തെ ഇൻഫ്ലുവൻസ് ചെയ്യും, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇതെല്ലാം എല്ലാവരുടെ ഒരു കോഡ് ഓഫ് കണ്ടക്റ്റും കാര്യങ്ങളൊക്കെ ഗവേൺ ചെയ്യുന്നതാണ് എൻറ്റിറ്റി ലെവൽ കൺട്രോൾ. സോ വൈൽ അസസിങ് ദാറ്റ് സെയിം കൺട്രോൾ, ആസ്പെക്ട് റിലേറ്റിംഗ് ടു IT ഗവേണൻസ് നീഡ് ടു ബി അണ്ടർസ്റ്റുഡ്. IT ഗവേണൻസ് നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്ത സംഭവമാണ്. നമ്മുടെ IT ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള പോളിസീസ്, പ്രൊസീജിയേഴ്സ്, ഇതെല്ലാം. സോ എൻറ്റിറ്റി ലെവൽ കൺട്രോൾസ് നമ്മൾ അസസ് ചെയ്യുന്ന സമയത്ത് ആസ്പെക്ട് റിലേറ്റിംഗ് ടു IT ഗവേണൻസ് ഷുഡ് ഓൾസോ ബി അണ്ടർസ്റ്റുഡ് ആൻഡ് റിവ്യൂഡ്. എൻറ്റിറ്റി ലെവൽ കൺട്രോൾ എത്രത്തോളം IT ഗവേണൻസുമായിട്ട് റിലേറ്റഡ് ആണ്, എത്രത്തോളം അവർ ക്ലോസ്ലി നിറ്റാണ്, എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളത് നമ്മൾ അവിടെ അസസ് ചെയ്യണം. നെക്സ്റ്റ് വി ഹാവ് പെർവാസീവ് കൺട്രോൾ ഇൻക്ലൂഡിംഗ് സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടീസ്, ജനറൽ IT controls and application should be considered and reviewed. Pervasive control means it affects all aspects of the organization. ഓർഗനൈസേഷൻ മുഴുവൻ പെർവാസീവായിട്ട് ഉള്ളൊരു കൺട്രോളാണ്. സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടി ഒരു പെർവാസീവ് കൺട്രോളാണ്. എന്താണ് സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടി? ഒരാൾ ചെയ്യുന്ന വർക്ക് കംപ്ലീറ്റ്ലി ഒരു ഇൻഡിവിജ്വൽ തന്നെ ഫ്രം ബിഗിനിങ് ടു എൻഡ് ചെയ്യാൻ പാടില്ല. ഇപ്പം പേറോൾ പ്രോസസ്സിംഗ് ആണെങ്കിൽ പോലും, പേയ്മെൻറ്റ് അല്ലെങ്കിലൊക്കെ ഒരു പർച്ചേസ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ പോലും, പർച്ചേസ് ഓർഡർ പ്ലേസ് ചെയ്യുന്ന ഒരാൾ, പേയ്മെൻറ്റ് പ്രോസസ്സ് ചെയ്യുന്ന ഒരാൾ, അതിൻ്റെ ക്രെഡിറ്റ് പർച്ചേസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്യൂച്ചർ ആ പേയ്മെൻറ്റ് നടത്തുന്ന വേറൊരാൾ, ആ രീതിയിൽ സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടീസ് വരുന്നുണ്ട്. സോ അതുപോലെയുള്ള കൺട്രോൾസ് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന IT എൻവയോൺമെൻറ്റിൽ പ്രോപ്പറായിട്ടാണോ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ജനറൽ IT കൺട്രോൾസ്, ഓവറോൾ കൺട്രോൾ, ആക്സസ് സെക്യൂരിറ്റി കാര്യങ്ങൾ, ആ വക കാര്യങ്ങളും പ്രോപ്പറാണോ എന്നുള്ളത് നമ്മൾ അവിടെ പോയിൻ്റ് ഔട്ട് ചെയ്യണം. ദെൻ അടുത്ത ടെസ്റ്റിംഗ് ഫേസ് ആണ്. ഡ്യൂറിങ് ദ ടെസ്റ്റിംഗ് ഫേസ്, റിസൾട്ട് ഓഫ് ദ ജനറൽ IT controls would impact the nature, timing and extent of testing. ജനറൽ IT controls നമ്മൾ മോളിൽ പറഞ്ഞ സംഭവമാണ്. ഓവറോൾ ITGs എന്ന് പറയും, IT ജനറൽ കൺട്രോൾ, ഒരു ഓവറോൾ IT-യുടെ ഒരു ഇൻറ്റഗ്രിറ്റി ടെസ്റ്റ് ചെയ്യുന്ന കാര്യം. അത് മൊത്തത്തിൽ എങ്ങനെയുണ്ട്, IT പ്രോപ്പറാണോ, സെർവർ റൂമിലേക്ക് ആൾക്കാരൊക്കെ ആക്സസ് ഉണ്ടോ, അതുപോലെയൊക്കെയുള്ള ഓവറോൾ കാര്യം ടെസ്റ്റ് ചെയ്യുന്ന സംഭവമാണ് ITGC അല്ലെങ്കിൽ ജനറൽ IT കൺട്രോൾ എന്ന് പറയുന്നത്.
നമ്മൾ ജനറൽ കൺട്രോൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് അത് നമ്മുടെ ഫ്യൂച്ചർ ടെസ്റ്റിങ്ങിനെ ബാധിക്കും. അതാണ് പറയുന്നത് ഡ്യൂറിങ് ടെസ്റ്റിംഗ് ഫേസ് റിസൾട്ട് ഓഫ് ജനറൽ കൺട്രോൾ ഇമ്പാക്ട് നേച്ചർ ടൈമിംഗ് ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ടെസ്റ്റിംഗ്. ഇപ്പം ടെസ്റ്റിംഗ് ഫേസിൽ ജനറൽ കൺട്രോൾസ് അതിൻ്റെ എഫിഷ്യൻസി മോശമാണെന്നുണ്ടെങ്കിൽ വി വിൽ ടേക്ക് മോർ സാമ്പിൾസ്, വി വിൽ ടെസ്റ്റ് മോർ എക്സ്റ്റെൻസീവ്ലി. അത് നമ്മുടെ ഓഡിറ്റ് പ്ലാനിങ്ങിനെ ഓവറോൾ രീതിയിൽ അത് എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. ഇപ്പം ജനറൽ കൺട്രോൾസ് സൗണ്ടാണ്, ഇഷ്യൂ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വി വിൽ ലിമിറ്റ് അവർ ടെസ്റ്റിംഗ്. ഓക്കെ, when testing of reports and information produced by the entity, IP എന്ന് പറയുന്ന ഇൻഫർമേഷൻ പ്രൊഡ്യൂസ് ബൈ ദ എൻറ്റിറ്റി ആണ്, ജനറേറ്റഡ് ത്രൂ IT സിസ്റ്റം ആൻഡ് ആപ്ലിക്കേഷൻ. എന്താണ് പറയുന്നത്? വൈൽ വി ടെസ്റ്റ് റിപ്പോർട്ട് ആൻഡ് ഇൻഫർമേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദ എൻറ്റിറ്റി ജനറേറ്റഡ് ത്രൂ IT സിസ്റ്റം ആൻഡ് ആപ്ലിക്കേഷൻ. ഒരു ബാങ്കിൻ്റെ കോർ ബാങ്ക് സോഫ്റ്റ്വെയറിൽ ഒരു ദിവസം ഡിസ്ബേഴ്സ് ചെയ്ത ലോൺസിൻ്റെയും ഓപ്പൺ ചെയ്ത അക്കൗണ്ട്സിൻ്റെയും ഡീറ്റെയിൽസ് പിറ്റേ ദിവസം തന്നെ അവരുടെ കോർ ബാങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യണം. നമ്മൾ ബാങ്ക് ഓഡിറ്റിന് പോകുമ്പോൾ കൺകറൻറ്റ് ഓഡിറ്റിന് പോകുമ്പോഴാണെങ്കിൽ നമ്മൾ ലോൺ ബാലൻസ് ഫയൽ എന്ന് പറയുന്നൊരു സംഭവമുണ്ട് ബാങ്ക് സ്ലിങ്ക് വേർഷൻ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുമ്പോൾ. അത് ഇതുവരെയുള്ള എല്ലാ ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റ്സിൻ്റെയും ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസും ഇൻട്രസ്റ്റ് റേറ്റും ഡേറ്റ് ഓഫ് സാങ്ഷനിങ്ങും കസ്റ്റമറുടെ പേരും എല്ലാം ഉള്ള റിപ്പോർട്ടാണത്. സോ വെൻ വി ടെസ്റ്റ് റിപ്പോർട്ട്സ് ആൻഡ് ഇൻഫർമേഷൻ പ്രൊഡ്യൂസ് ബൈ ദ IPE generated through IT system and application, we should check whether it is accurately and properly reflecting all the data.